നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും തിരിച്ച് ബദരികാശ്രമത്തിലേക്ക് എത്തി. ദ്രൗപദിക്ക് ആവശ്യത്തിനുള്ള പുഷ്പം കിട്ടി. അങ്ങനെ അവരവിടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഒരു രാക്ഷസൻ, ജടാസുരൻ എന്നാണ് പേര്, ആ രാക്ഷസൻ യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, സകല ശാസ്ത്രങ്ങളിലും മന്ത്രവിദ്യയിലും നിപുണനായ ഒരു ബ്രാഹ്മണ കുമാരനാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ ആശ്രമത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് കേട്ട് യുധിഷ്ഠിരൻ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാക്ഷസൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ അവരുടെ കൂടെ ആ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്നു. അങ്ങനെ കുറെ നാളായി എല്ലാവരുടെയും വിശ്വാസമൊക്കെ നേടിക്കഴിഞ്ഞ് അവിടെ അങ്ങനെ കഴിയുന്ന ഒരു ദിവസം ലോമേശൻ തുടങ്ങിയ സന്യാസിമാരെല്ലാം കൂടി സ്നാനത്തിന് പോയി. ഭീമസേനൻ വനാന്തർഭാഗത്തേക്കും പോയിരുന്നു. ഈ തക്കം നോക്കി പാണ്ഡവരെ 3 പേരെയും പാഞ്ചാലിയെയും, എന്തുകൊണ്ടാണ് പാണ്ഡവര് 3 പേര്? അർജുനൻ ദേവലോകത്ത് പോയിരിക്കുകയാണ്, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അദ്ദേഹം സകല ശസ്ത്രവിദ്യകളും പഠിച്ചതിന് ശേഷമേ തിരിച്ചു വരികയുള്ളൂ. പിന്നെ യുധിഷ്ഠിരൻ, ഭീമസേനൻ, നകുലൻ, സഹദേവൻ. അതിൽ ഭീമസേനൻ വനാന്തർഭാഗത്തേക്ക് എന്തോ ആവശ്യത്തിനായിട്ട് പോയി. അപ്പൊ യുധിഷ്ഠിരനെയും നകുലനെയും സഹദേവനെയും പാഞ്ചാലിയെയും പൊക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന സകല ആയുധങ്ങളും കൂടി പൊക്കിയെടുത്തുകൊണ്ട് ഈ ജടാസുരൻ പതുക്കെ യാത്ര തിരിച്ചു. ആരുമില്ലാത്ത സമയം നോക്കിയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സഹദേവൻ ഇവന്റെ കയ്യിൽ നിന്ന് വഴുതി താഴെ ഇറങ്ങിയിട്ട് അവന്റെ ആയുധവും പിടിച്ചു പറിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് അലറി വിളിക്കാൻ തുടങ്ങി. അതായത് ഭീമസേനൻ വനാന്തർ ഭാഗത്തേക്ക് പോയിരിക്കുകയല്ലേ, അപ്പൊ ഭീമസേനൻ കേൾക്കാൻ വേണ്ടിയിട്ട് അലറി വിളിച്ചു. ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു ആ രാക്ഷസനോടായിട്ട്, എടാ, ഇത്രയും ദിവസം അന്നം തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലോ. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരവും വാങ്ങി കഴിച്ച് നീ ഞങ്ങളോട് തന്നെ ഈ നീചപ്രവൃത്തി ചെയ്തു. നിന്നെ അപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പൊ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഏതായാലും എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പ്രയോഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ശരീരഭാരം വർദ്ധിപ്പിച്ചു. അപ്പൊ വളരെ വേഗത്തിൽ ഇവരെയും കൊണ്ട് പൊക്കോണ്ടിരുന്ന ആ രാക്ഷസന് പതുക്കെ പോവേണ്ട ഒരവസ്ഥ വന്നു. അതായത് അത്രയും ഘനമായി യുധിഷ്ഠിരന്റെ ശരീരത്തെ തൂക്കിക്കൊണ്ട് പോവാൻ ആ രാക്ഷസന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാള് വളരെ പതുക്കെ പോകാൻ തുടങ്ങി. ഈ സമയം യുധിഷ്ഠിരൻ സഹദേവനോട് പറഞ്ഞു, സഹദേവ, ഭീമൻ ഇപ്പൊ എന്തായാലും പെട്ടെന്ന് ഇവിടെ വരും. അപ്പോ ഇവന് വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. സമയം എല്ലാം യുധിഷ്ഠിരൻ ഇവനോട് പറയുന്നുണ്ട്, നീ ചതിയാണ് കാണിച്ചത്, നീ കള്ളനാണ്, നീ ഈ രീതിയിൽ ഞങ്ങളോട് പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ ഇയാള് മുമ്പോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗദാധാരിയായ ഭീമസേനൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭീമസേനൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭീമസേനൻ ഇവനും ഈ ജടാസുരനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതായത് ഭീമസേനൻ ജടാസുരനെ അങ്ങോട്ട് കയറി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പം ജടാസുരൻ ഇവരെയൊക്കെ താഴെ നിർത്തിയിട്ട് ഭീമനുമായിട്ട് യുദ്ധം തുടങ്ങി. ഭീമനുമായിട്ട് ദ്വന്ദ്വയുദ്ധം തുടങ്ങി. ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ 2 പേരും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വൃക്ഷങ്ങൾ വലിച്ചു പിഴുത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങി. വലിയ പാറക്കഷ്ണങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഭീമസേനൻ അവനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഭീമസേനന്റെ പ്രഹരം കൂടി വന്നപ്പോൾ ഇവനും തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 2 പേരും തമ്മിൽ ഭയങ്കരമായ മല്ലയുദ്ധം നടന്നു. ഈ മല്ലയുദ്ധം നടന്നപ്പോൾ
ഭീമസേനൻ അവന്റെ പെടലിക്കിട്ട് അടി കൊടുത്തു. അപ്പൊ ഇവൻ മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ ഈ രാക്ഷസനെ തൂക്കിയെടുത്ത് തറയിലടിച്ചിട്ട് തൻ്റെ കൈകൾ കൊണ്ട് അവന്റെ കഴുത്തിന് പെടലിക്ക് വെട്ടിയപ്പോൾ അയാളുടെ തലയും ഉടലും വേർപിരിഞ്ഞ് ജടാസുരൻ മരിച്ചു വീണു. അവിടുന്ന് ഭീമസേനനെ കെട്ടിപ്പിടിച്ച് യുധിഷ്ഠിരൻ അവന്റെ പ്രാഗൽഭ്യത്തെ പ്രശംസിച്ചിട്ട് അവരെല്ലാരും കൂടി തിരിച്ച് ബദരികാശ്രമത്തിലേക്ക് വന്നു. അവിടെ വന്നതിന് ശേഷം അത് കഴിഞ്ഞ് അവര് നരനാരായണാശ്രമത്തിൽ വന്ന് വസിച്ചു. അങ്ങനെ വസിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ തന്റെ സഹോദരങ്ങളെയും പാഞ്ചാലിയും വിളിച്ചിട്ട് പറഞ്ഞു, അർജുനൻ 5 വർഷക്കാലം അവിടെ ദേവലോകത്ത് താമസിച്ച് സകല വിദ്യകളും അഭ്യസിച്ചിട്ട് മടങ്ങി വരുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ അർജുനൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല ഒരു സ്വീകരണം അർജുനന് കൊടുക്കണം. അർജുനനെ സ്വീകരിക്കാൻ നമ്മൾ എപ്പോഴും സജ്ജരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവര് അവിടുന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിൽ ഘടോൽകചൻ അവരെ എടുത്തുകൊണ്ടുപോയി, ചില സ്ഥലങ്ങളിൽ അവര് കാൽനടയായിട്ട് സഞ്ചരിച്ചു. അങ്ങനെ അവര് കൈലാസം, മൈനാകം, ഗന്ധമാദനത്തിന്റെ താഴ്വര, ശ്വേതഗിരി, പല നദികളെല്ലാം കണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അവിടുന്ന് വീണ്ടും അവർ കാൽനടയായിട്ട് നടന്ന് പല മനോഹരമായ പ്രദേശങ്ങളും ഫലഭൂയിഷ്ടമായ ഫലവർഗ്ഗങ്ങൾ നിറഞ്ഞ തോട്ടങ്ങളും ഒക്കെ കടന്നു പോകുന്നവർക്ക് ആർക്കും വിശപ്പും ദാഹവും ഒന്നും ഉണ്ടായില്ല. അത് അവരുടെ തന്നെ തപശക്തി കൊണ്ടും അവര് ദിവസവും ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. അങ്ങനെ അവര് നടന്ന് പല ആശ്രമ കവാടങ്ങളിലെത്തി, പല നദീതീരങ്ങളിൽ സ്നാനം ചെയ്ത് പിതൃക്കൾക്ക് തർപ്പണമൊക്കെ നടത്തി അവര് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ 4-5 ദിവസമായിട്ട് അവർക്ക് യാതൊരു ക്ഷീണവുമില്ല. അപ്പൊ അങ്ങനെ നടന്ന് അവര് ആർഷ്ണിഷേണന്റെ ആശ്രമത്തിലെത്തി. ആർഷ്ണിഷേണൻ എന്ന് പറയുന്നത് നല്ല ഒരു രാജാവായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് വളരെ കൃശഗാത്രനായി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അവരെത്തി. ആർഷ്ണിഷേഷൻ അവരെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കുക. ഇവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ പൗർണമി നാളിലൊക്കെ അപ്പുറത്ത് ധാരാളം ആകാശസഞ്ചാരികളായ മുനിമാരും മഹർഷിമാരും വരും. അവിടെ മൃദംഗം, പാട്ട് എല്ലാം കേൾക്കാം. വളരെ മനോഹരമായ കാഴ്ചകൾ കാണാം. പക്ഷെ ഒരിക്കലും ഈ കൈലാസത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. അവിടെ അങ്ങോട്ട് മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. അവിടെ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചാൽ തന്നെ രാക്ഷസന്മാർ കുന്തങ്ങളേന്തി നിൽപ്പുണ്ട്. ആ കുന്തങ്ങളുമായി അവര് മറ്റുള്ള മനുഷ്യരായിട്ടുള്ളവരെയോ അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നവരെയോ ഒക്കെ വധിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഇവിടെ ഈ ആശ്രമത്തിൽ വസിച്ചുകൊണ്ട് ഇവിടെ ഈ ദേവന്മാരുടെയും ഋഷിമാരുടെയും ഒക്കെ പാട്ടും മൃദംഗവും എല്ലാം കേട്ടുകൊണ്ട് ഇവിടെ തന്നെ വസിക്കണം എന്ന് ആർഷ്ണിഷേഷൻ അവരോട് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരനും പാണ്ഡവരും അതെല്ലാം കേട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ അവിടെ താമസിക്കുകയും ചെയ്തു. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പാണ്ഡവരുടെ വനവാസത്തിന്റെ 5-ാം വർഷവും വന്നു. അപ്പൊ ഘടോൽകചനും മറ്റു രാക്ഷസന്മാരും എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോഴും നമ്മളെ സ്മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ആ പ്രദേശത്ത് രാക്ഷസബാധ ഉണ്ടായിരുന്നു. അപ്പൊ ആ രാക്ഷസബാധയിൽ നിന്ന് നമ്മളെ മുനിമാരും എല്ലാം കൂടെ ഉള്ളതല്ലേ, അവരെ എല്ലാം സംരക്ഷിക്കണമെന്ന് പാഞ്ചാലി ഭീമസേനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് സർവായുധങ്ങളുമേന്തി ഭീമസേനൻ ഗന്ധമാദനത്തിലേക്ക് പോയി. കൊടുമുടി കയറി നിന്ന ഭീമൻ കുബേരന്റെ കൊട്ടാര ഉദ്യാനം ഒക്കെ കണ്ടു. എന്നിട്ട് രാക്ഷസന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാനായി ഭീമൻ ശംഖു വിളിച്ചു, ഞാണൊലിയിട്ടു, കൈകൊട്ടി. ഈ കോലാഹലങ്ങൾ കേട്ട് രാക്ഷസന്മാർ ആയുധപാണികളായി ഭീമന്റെ മുമ്പിലെത്തി. ഭീമസേനൻ അവരുമായിട്ട് ഏറ്റുമുട്ടി. പൊരിഞ്ഞ പോര് തന്നെ നടന്നു. അവസാനം ഒട്ടേറെ രാക്ഷസന്മാർ തലയേറ്റു നിലംപതിച്ചു. ശേഷിച്ചവർ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് തെക്കേ ദിക്കിലേക്ക് ഓടിപ്പോയി. തെക്ക് ഭാഗത്ത് മണിമാൻ എന്ന് പറയുന്ന ഒരു രാക്ഷസ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. അപ്പോ ഭീമൻ ഈ രാക്ഷസന്മാരെ എല്ലാം വധിച്ചത് കണ്ടിട്ട് മണിമാൻ
ക്രുദ്ധനായി ഭീമനെ എതിരിടാൻ വന്നു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. മണിമാന്റെ കയ്യിലിരുന്ന ഒരായുധം ഭീമന്റെ നേർക്ക് എറിഞ്ഞപ്പോൾ ഭീമന്റെ കൈക്ക് മുറിവേറ്റു. അപ്പോൾ കുറെ കൂടെ ക്രുദ്ധനായ ഭീമൻ മണിമാനെ തൻ്റെ ആയുധം കൊണ്ട് കൊന്നു. ഇത് കണ്ട് മറ്റു രാക്ഷസന്മാരെല്ലാം പേടിച്ച് ഓടി ഒളിച്ചു. കാരണം അത്രയും ശ്രേഷ്ഠനായ രാക്ഷസനായിരുന്നു മണിമാൻ. അപ്പൊ അങ്ങനെയുള്ള രാക്ഷസനെ ഭീമസേനൻ വധിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ നായകനില്ലാതെ മറ്റുള്ളവര് ഓടി ഒളിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ അവര് എല്ലാം ഓടി ഒളിച്ചു. അപ്പോ ധർമ്മപുത്രൻ നോക്കിയപ്പോ അസംഖ്യ രാക്ഷസന്മാരുടെ ആർത്തനാദം കേട്ട് യുധിഷ്ഠിരനും സഹോദരങ്ങൾ അവിടേക്ക് ഓടിയെത്തി. ഭീമൻ ഒരു ഭാഗത്ത് ക്രുദ്ധനായിട്ട് നിൽക്കുന്നതും ധാരാളം രാക്ഷസന്മാർ തലയേറ്റ് നിലംപതിച്ചു കിടക്കുന്നതും കണ്ട് ധർമ്മപുത്രർ സഹോദരനായ ഭീമനെ പുണർന്നിട്ട് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, അനുജ, നീ ചെയ്തത് മഹാപാപമാണ്. താപസ ജീവിതം നയിക്കുന്ന നീ ഇത്തരം ഹത്യകൾ ചെയ്യുന്നത് ഉചിതമല്ല. എന്റെ സന്തോഷം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതിനിടയ്ക്ക് ഭീമസേനന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട രാക്ഷസന്മാർ കുബേരന്റെ അടുത്ത് ചെന്ന് കാര്യമെല്ലാം പറഞ്ഞു. തന്റെ തേരൊരുക്കിക്കൊണ്ടുവരാൻ കുബേരൻ പറഞ്ഞു. തേരിൽ കയറി കുബേരൻ ഗന്ധമാദന പർവ്വതത്തിലെത്തി. പാണ്ഡവരെ അവിടെ കണ്ടതോടെ കുബേരന്റെ ദേഷ്യം ഒന്ന് അടങ്ങി. യക്ഷരാജൻ സന്തുഷ്ടനായി നിൽക്കുന്നത് കണ്ട് രാക്ഷസന്മാരും അടുത്തെത്തി. നകുല സഹദേവന്മാരോടൊപ്പം ധർമ്മജൻ കുബേരനെ പ്രണമിച്ചു. ആയുധപാണിയായി അകലെ നിന്നുകൊണ്ട് തന്നെ നോക്കുന്ന ഭീമനെ കണ്ടിട്ട് കുബേരൻ ധർമ്മജനോട് പറഞ്ഞു, പാർത്ഥ എന്നാണ് വിളിക്കുന്നത്. പാർത്ഥ, സകല കാര്യവും എനിക്കറിയാം. അങ്ങ് സഹോദരരോടൊപ്പം ഈ പർവ്വതത്തിൽ തന്നെ വസിച്ചോളൂ. ഇന്നുണ്ടായ സംഭവത്തിൽ ഭീമനോട് കോപിക്കേണ്ട. രാക്ഷസന്മാരുടെ വിധി ഇങ്ങനെ മരിക്കാനായിരുന്നു. അങ്ങയുടെ അനുജൻ അതിനൊരു നിമിത്തം മാത്രം ആയി. അതുകൊണ്ട് ഒരിക്കലും ഭീമസേനനെ വഴക്കൊന്നും പറയണ്ട. ഈ രാക്ഷസന്മാർ ഭീമനാൽ വധിക്കപ്പെടണം എന്നുള്ളതാണ് വിധി. അപ്പൊ ആ വിധി ഭീമസേനൻ നടപ്പാക്കിയെന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഈ മണിമാൻ മരിക്കാനുണ്ടായ കാരണത്തെ പറ്റിയും കൂടെ കുബേരൻ പറയുന്നു. കുബേരന്റെ ഉറ്റ സുഹൃത്താണ് മണിമാൻ. എങ്കിലും അവര് ഒരു ദിവസം ദേവന്മാരുടെ ഒരു സമ്മേളനം നടന്നിടത്തേക്ക് ഈ കുബേരനും മണിമാനും ഒരുമിച്ച് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ മണിമാൻ അഗസ്ത്യരെ കണ്ടിട്ട് ഇവൻ ഭയങ്കര അഹങ്കാരത്തോടും മൗഢ്യത്തോടും മഹർഷിയുടെ മേൽ തുപ്പി. അപ്പൊ ക്രുദ്ധനായ മഹർഷി എന്നോട് പറഞ്ഞു, കുബേര, നിന്റെ അടുത്ത സുഹൃത്തായ ഇവൻ ഒരു മനുഷ്യനാൽ സൈന്യസമേതനായി ചെല്ലുമ്പോൾ വധിക്കപ്പെടും. അങ്ങനെയാണ് മണിമാൻ ഭീമന്റെ കൈകൾ കൊണ്ട് മരണപ്പെട്ടത്. അത് അവന്റെ വിധിയായിരുന്നു. അതുകൊണ്ട് നിന്റെ അനുജനായ ഭീമൻ യാതൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് കുബേരൻ പറയുന്നു. നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളൂ, സന്തോഷത്തോടു കൂടി കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് കുബേരൻ തിരിച്ചുപോയി. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. എല്ലാവർക്കും നമസ്കാരം.